കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഹർത്താൽ. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. അതേസമയം ഹർത്താലുമായി സഹകരിക്കേണ്ടതില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കഴിഞ്ഞ ദിവസം ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ കോൺഗ്രസും കോൺഗ്രസ് വിമതരും CPM പ്രവർത്തകരും ഒക്കെ തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് സംഘർഷം നമ്മൾ കണ്ടതാണ്. ഇന്ന് കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. ഹർത്താൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതു രീതിയിലാണ് നിലവിൽ ഇപ്പോൾ ഹർത്താൽ പുരോഗമിക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. പതിവ് ഹർത്താലിൻ്റെ ഒരു പ്രതീതിയൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. തൃശ്ശൂർ, കണ്ണൂർ പോലുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ജില്ലയ്ക്കകത്തുള്ള ചില ബസ്സുകൾ മാത്രമാണ്, സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്താതിരിക്കുന്നത്. ഇപ്പോൾ നിരവധി ആളുകൾ ഈ ജില്ലയ്ക്കകത്ത് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട നിരവധി ആളുകൾ ഇവിടെ ബസ് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇവരോട് ഏത് രീതിയിൽ ഇവരെ ജനജീവിതം ഹർത്താൽ ബാധിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കാം. ചേച്ചി, ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? ഇല്ല, KSRTC ഉണ്ട് കാത്തു നിൽക്കുന്നത്. അതായത് ഇവിടെ അടുത്തുള്ള കുറ്റ്യാടി, മീൻചന്ത, ഫറൂഖ് പോലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോകാനുള്ള ആളുകളാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇതുവരെ ബസ് വന്നിട്ടില്ല. അതായത് ഈ സിറ്റിക്കകത്തുള്ള ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല. 1-2 ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ സിറ്റിക്കകത്ത് നിന്ന് സർവീസ് നടത്തുന്നത്. ഈ പ്രദേശത്തുള്ള കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നഗരമധ്യത്തിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി പോലീസുകാരെ ഇവിടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ KSRTC രാവിലെ മുതൽ തന്നെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, കോളേജുകളില്ല, ഓഫീസുകളില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർത്താൽ വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു 10 മണിയോടുകൂടി മാത്രമേ നമുക്ക് ഈ ഹർത്താലിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ 10 മണിയോടുകൂടി തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ഈ നിരവധി കടകൾ ഹർത്താലിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന ഈ വ്യാപാര ഏകോപന സമിതിയൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കടകൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ ഇതൊരു വലിയൊരു പ്രതിഷേധത്തിലെങ്കിൽ വലിയ സംഘർഷത്തിലേക്കൊക്കെ നയിക്കും. എന്തായാലും 10 മണിയോടുകൂടി തന്നെ മാത്രമേ നമുക്ക് ഈ ഹർത്താലിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ സാധിക്കൂ. ശരി. ചേവായൂർ സഹകരണ ബാങ്കിലെ അക്രമത്തിൽ പ്രതിഷേധിച്ച ഇന്ന് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹർത്താലുമായി സഹകരിക്കേണ്ട എന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ തീരുമാനം. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.